നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് 30/11/2024 നടത്തപ്പെട്ട PSC LGS തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ. ഒന്നാമത്തെ ചോദ്യം: ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, ബംഗാൾ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഓപ്ഷൻ ബി, ബംഗാൾ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റയട്ട് വാരി വ്യവസ്ഥ. ഓപ്ഷൻ സി, വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റയട്ട് വാരി വ്യവസ്ഥ. ഓപ്ഷൻ ഡി, ബംഗാൾ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് മഹൽവാരി വ്യവസ്ഥ. ഉത്തരം ഓപ്ഷൻ സി, വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റയട്ട് വാരി വ്യവസ്ഥ. രണ്ടാമത്തെ ചോദ്യം: ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ എ, ഗോപാലകൃഷ്ണ ഗോഖലെ. ഓപ്ഷൻ ബി, രമേശ് ചന്ദ്രദത്ത്. ഓപ്ഷൻ സി, ദാദാഭായ് നവറോജി. ഓപ്ഷൻ ഡി, ബാലഗംഗാധര തിലകൻ. ഉത്തരം ഓപ്ഷൻ സി, ദാദാഭായ് നവറോജി. മൂന്നാമത്തെ ചോദ്യം: ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഓപ്ഷൻ എ, കാനിങ് പ്രഭു. ഓപ്ഷൻ ബി, ഡെൽഹൌസി പ്രഭു. ഓപ്ഷൻ സി, വെല്ലസ്ലി പ്രഭു. ഓപ്ഷൻ ഡി, കോൺവാലിസ് പ്രഭു. ഉത്തരം ഓപ്ഷൻ ബി, ഡെൽഹൌസി പ്രഭു. നാലാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു നാനാ സാഹിബ്. ഓപ്ഷൻ ബി, 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ. ഓപ്ഷൻ സി, 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു താന്തിയ തോപ്പി. ഓപ്ഷൻ ഡി, 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. ഉത്തരം ഓപ്ഷൻ ഡി, 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ഓപ്ഷൻ എ, കറാച്ചി സമ്മേളനം. ഓപ്ഷൻ ബി, കൊൽക്കത്ത സമ്മേളനം. ഓപ്ഷൻ സി, ബോംബെ സമ്മേളനം. ഓപ്ഷൻ ഡി, ലാഹോർ സമ്മേളനം. ഉത്തരം ഓപ്ഷൻ ഡി, ലാഹോർ സമ്മേളനം. ആറാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ ബി, മഹാത്മാഗാന്ധി. ഓപ്ഷൻ സി, രാജഗോപാലാചാരി. ഓപ്ഷൻ ഡി, ഡോക്ടർ BR അംബേദ്കർ. ഉത്തരം ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു. ഏഴാമത്തെ ചോദ്യം: തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ, ഫെഡറൽ. ഓപ്ഷൻ ബി, റിപ്പബ്ലിക്. ഓപ്ഷൻ സി, ഡെമോക്രാറ്റിക്. ഓപ്ഷൻ ഡി, സോഷ്യലിസ്റ്റ്. ഉത്തരം ഓപ്ഷൻ ബി, റിപ്പബ്ലിക്. എട്ടാമത്തെ ചോദ്യം: ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ, മൗലികാവകാശങ്ങളിൽ. ഓപ്ഷൻ ബി, നിർദ്ദേശക തത്വങ്ങളിൽ. ഓപ്ഷൻ സി, ആമുഖത്തിൽ. ഓപ്ഷൻ ഡി, മൗലിക കടമകളിൽ. ഉത്തരം ഓപ്ഷൻ ബി, നിർദ്ദേശക തത്വങ്ങളിൽ. ഒൻപതാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, മൗലികാവകാശങ്ങൾ ഭാഗം 1 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓപ്ഷൻ ബി, മൗലികാവകാശങ്ങൾ ഭാഗം 2 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓപ്ഷൻ സി, മൗലികാവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓപ്ഷൻ ഡി, മൗലികാവകാശങ്ങൾ ഭാഗം 4 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി, മൗലികാവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. പത്താമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്?
ഓപ്ഷൻ എ ജോലി, ഓപ്ഷൻ ബി സ്വകാര്യത, ഓപ്ഷൻ സി സമത്വം, ഓപ്ഷൻ ഡി വിദ്യാഭ്യാസം. ഉത്തരം ഓപ്ഷൻ ഡി വിദ്യാഭ്യാസം. 11ാമത്തെ ചോദ്യം. മലബാറിലെ കർഷക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ. ഓപ്ഷൻ എ വില്യം ലോഗൻ കമ്മീഷൻ, ഓപ്ഷൻ ബി ഹണ്ടർ കമ്മീഷൻ, ഓപ്ഷൻ സി സൈമൺ കമ്മീഷൻ, ഓപ്ഷൻ ഡി കപൂർ കമ്മീഷൻ. ഉത്തരം ഓപ്ഷൻ എ വില്യം ലോഗൻ കമ്മീഷൻ. 12ാമത്തെ ചോദ്യം. കുറിച്യ കലാപത്തിൻ്റെ നേതാവാര്? ഓപ്ഷൻ എ പഴശ്ശിരാജാവ്, ഓപ്ഷൻ ബി വേലുത്തമ്പി ദളവ, ഓപ്ഷൻ സി രാമനമ്പി, ഓപ്ഷൻ ഡി ബിർസ മുണ്ട. ഉത്തരം ഓപ്ഷൻ സി രാമനമ്പി. 13ാമത്തെ ചോദ്യം. സർവവിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആരെയാണ്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ബി ബ്രഹ്മാനന്ദ ശിവയോഗി, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. ഉത്തരം ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. 14ാമത്തെ ചോദ്യം. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത്? ഓപ്ഷൻ എ കേരള കൗമുദി, ഓപ്ഷൻ ബി കേരള സഞ്ചാരി, ഓപ്ഷൻ സി മിതവാദി, ഓപ്ഷൻ ഡി കേരള പത്രിക. ഉത്തരം ഓപ്ഷൻ സി മിതവാദി. 15ാമത്തെ ചോദ്യം. കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ആരാണ്? ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ബി അയ്യങ്കാളി, ഓപ്ഷൻ സി ബാരിസ്റ്റർ ജി.പി. പിള്ള, ഓപ്ഷൻ ഡി ആഗമാനന്ദൻ. ഉത്തരം ഓപ്ഷൻ ബി അയ്യങ്കാളി. 16ാമത്തെ ചോദ്യം. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? ഓപ്ഷൻ എ ഇന്തോനേഷ്യ, ഓപ്ഷൻ ബി മെക്സിക്കോ, ഓപ്ഷൻ സി ബ്രസീൽ, ഓപ്ഷൻ ഡി സിംഗപ്പൂർ. ഉത്തരം ഓപ്ഷൻ ഡി സിംഗപ്പൂർ. 17ാമത്തെ ചോദ്യം. ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ്, ഓപ്ഷൻ ബി ഓപ്പറേഷൻ അഭയ്, ഓപ്ഷൻ സി ഓപ്പറേഷൻ അടൽ, ഓപ്ഷൻ ഡി ഓപ്പറേഷൻ അരുൺ. ഉത്തരം ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ്. 18ാമത്തെ ചോദ്യം. പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യാധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ എ 9ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ബി 8ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ സി 10ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ഡി 11ാം പഞ്ചവത്സര പദ്ധതി. ഉത്തരം ഓപ്ഷൻ എ 9ാം പഞ്ചവത്സര പദ്ധതി. 19ാമത്തെ ചോദ്യം. ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഓപ്ഷൻ എ ആസാം, ഓപ്ഷൻ ബി മേഘാലയ, ഓപ്ഷൻ സി സിക്കിം, ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. ഉത്തരം ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. 20ാമത്തെ ചോദ്യം. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഒന്നാമത്തെ പ്രസ്താവന, സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 നിലവിൽ വന്നു. പ്രസ്താവന 2, M.N. കുൻസ്രു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. പ്രസ്താവന 3, മലയാളിയായ K.M. പണിക്കർ അതിൽ അംഗമായിരുന്നു. ഉത്തരം പ്രസ്താവന 2, M.N. കുൻസ്രു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. 21ാമത്തെ ചോദ്യം. മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കാട്ല, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത്? ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി മധുര, ഓപ്ഷൻ സി കാട്ല, ഓപ്ഷൻ ഡി ചെന്നൈ. ഉത്തരം ഓപ്ഷൻ ബി മധുര. 22ാമത്തെ ചോദ്യം. ഫക്ര നങ്കൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? പ്രസ്താവന 1, വൈദ്യുതോൽപാദനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത്. പ്രസ്താവന 2, സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രസ്താവന 3, ജലസേചനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത്. പ്രസ്താവന 4, വിവിധോദ്ദേശ പദ്ധതി. ഉത്തരം പ്രസ്താവന 2, 4, സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു, വിവിധോദ്ദേശ പദ്ധതി.
23-ാമത്തെ ചോദ്യം. ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പാക്കുന്നത്? ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി എറണാകുളം. ഉത്തരം ഓപ്ഷൻ എ കൊല്ലം. 24-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത്? ഓപ്ഷൻ എ അധ്യാപക പുരസ്കാരം, ഓപ്ഷൻ ബി ധന്വന്തരി പുരസ്കാരം, ഓപ്ഷൻ സി ജീവൻ രക്ഷാ പതക്, ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാർ. ഉത്തരം ഓപ്ഷൻ സി ജീവൻ രക്ഷാ പതക്. 25-ാമത്തെ ചോദ്യം. നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി കാവേരി, ഓപ്ഷൻ സി കൃഷ്ണ, ഓപ്ഷൻ ഡി ഗോദാവരി. ഉത്തരം ഓപ്ഷൻ ഡി ഗോദാവരി. 26-ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? ഓപ്ഷൻ എ വിശാഖപട്ടണം, ഓപ്ഷൻ ബി കൊച്ചി, ഓപ്ഷൻ സി തൂത്തുക്കുടി, ഓപ്ഷൻ ഡി കൃഷ്ണപട്ടണം. ഉത്തരം ഓപ്ഷൻ സി തൂത്തുക്കുടി. 27-ാമത്തെ ചോദ്യം. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏത്? ഓപ്ഷൻ എ ഛോട്ടാ നാഗ്പൂർ, ഓപ്ഷൻ ബി ഡെക്കാൻ പീഠഭൂമി, ഓപ്ഷൻ സി മാൾവ പീഠഭൂമി, ഓപ്ഷൻ ഡി കച്ച് പീഠഭൂമി. ഉത്തരം ഓപ്ഷൻ ബി ഡെക്കാൻ പീഠഭൂമി. 28-ാമത്തെ ചോദ്യം. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഓപ്ഷൻ എ ബാരാലച്ച ചുരം, ഓപ്ഷൻ ബി നാഥുല ചുരം, ഓപ്ഷൻ സി റോഹ്താക് ചുരം, ഓപ്ഷൻ ഡി ബനിഹാൽ ചുരം. ഉത്തരം ഓപ്ഷൻ എ ബാരാലച്ച ചുരം. 29-ാമത്തെ ചോദ്യം. ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ 82.5 പൂർവ്വ രേഖാംശം, ഓപ്ഷൻ ബി 68 ഡിഗ്രി കിഴക്കൻ രേഖാംശം, ഓപ്ഷൻ സി 84.5 പൂർവ്വ രേഖാംശം, ഓപ്ഷൻ ഡി 90 ഡിഗ്രി പൂർവ്വ രേഖാംശം. ഉത്തരം ഓപ്ഷൻ എ 82.5 പൂർവ്വ രേഖാംശം. 30-ാമത്തെ ചോദ്യം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73-74 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പ്രസ്താവന 1 ത്രിതല പഞ്ചായത്ത് സംവിധാനം, പ്രസ്താവന 2 പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത, പ്രസ്താവന 3 ഗ്രാമപഞ്ചായത്തിൽ പരോക്ഷ തിരഞ്ഞെടുപ്പ്, പ്രസ്താവന 4 വാർഷിക തിരഞ്ഞെടുപ്പ് രീതി. ഉത്തരം പ്രസ്താവന 1, 2. ത്രിതല പഞ്ചായത്ത് സംവിധാനം, പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത. 31-ാമത്തെ ചോദ്യം. പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം? ഓപ്ഷൻ എ ഇടമലയാർ, ഓപ്ഷൻ ബി എടയ്ക്കൽ ഗുഹ, ഓപ്ഷൻ സി അമ്പുകുത്തിമല, ഓപ്ഷൻ ഡി ബേക്കൽ കോട്ട. ഉത്തരം ഓപ്ഷൻ ബി എടയ്ക്കൽ ഗുഹ. 32-ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ പള്ളിവാസൽ, ഓപ്ഷൻ ബി ശബരിഗിരി, ഓപ്ഷൻ സി ഇടുക്കി, ഓപ്ഷൻ ഡി മധുരിംപുഴ. ഉത്തരം ഓപ്ഷൻ എ പള്ളിവാസൽ. 33-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? ഓപ്ഷൻ എ പള്ളിക്കര, ഓപ്ഷൻ ബി കാസർഗോഡ്, ഓപ്ഷൻ സി നിറമൻകര, ഓപ്ഷൻ ഡി സുൽത്താൻ ബത്തേരി. ഉത്തരം ഓപ്ഷൻ എ പള്ളിക്കര. 34-ാമത്തെ ചോദ്യം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ഗുരുവായൂർ സത്യാഗ്രഹം, ഓപ്ഷൻ ബി ചാന്നാർ ലഹള, ഓപ്ഷൻ സി പൂക്കോട്ടൂർ ലഹള, ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം. ഉത്തരം ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം. 35-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ്
സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? ഓപ്ഷൻ എ കാപ്പി, ഓപ്ഷൻ ബി തേയില, ഓപ്ഷൻ സി കരിമ്പ്, ഓപ്ഷൻ ഡി പരുത്തി. ഉത്തരം ഓപ്ഷൻ എ കാപ്പി. 36ാമത്തെ ചോദ്യം. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? ഓപ്ഷൻ എ തൃശ്ശൂർ, ഓപ്ഷൻ ബി കൊല്ലം, ഓപ്ഷൻ സി ആലപ്പുഴ, ഓപ്ഷൻ ഡി കണ്ണൂർ. ഉത്തരം ഓപ്ഷൻ സി ആലപ്പുഴ. 37ാമത്തെ ചോദ്യം. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ എ 1.25 കോടി മലയാളികൾ, ഓപ്ഷൻ ബി ഇന്ത്യയെ കണ്ടെത്തൽ, ഓപ്ഷൻ സി പഞ്ചിമോദയം, ഓപ്ഷൻ ഡി സംക്ഷേപ വേദാർത്ഥം. ഉത്തരം ഓപ്ഷൻ എ 1.25 കോടി മലയാളികൾ. 38ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി, ഓപ്ഷൻ ബി ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശം, ഓപ്ഷൻ സി കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു, ഓപ്ഷൻ ഡി ഏകദേശം 2695 മീറ്റർ ഉയരം. ഉത്തരം ഓപ്ഷൻ സി കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 39ാമത്തെ ചോദ്യം. കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ഓപ്ഷൻ എ കോതമംഗലം, ഓപ്ഷൻ ബി തലശ്ശേരി, ഓപ്ഷൻ സി പയ്യന്നൂർ, ഓപ്ഷൻ ഡി അരുവിക്കര. ഉത്തരം ഓപ്ഷൻ എ കോതമംഗലം. 40ാമത്തെ ചോദ്യം. 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ബ്രസീൽ, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി ഫ്രാൻസ്, ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക. ഉത്തരം ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക. 41ാമത്തെ ചോദ്യം. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ എ ബി അബ്ദുറഹ്മാൻ, ഓപ്ഷൻ ബി പി രാജീവ്, ഓപ്ഷൻ സി AK ശശീന്ദ്രൻ, ഓപ്ഷൻ ഡി GR അനിൽ. ഉത്തരം ഓപ്ഷൻ എ ബി അബ്ദുറഹ്മാൻ. 42ാമത്തെ ചോദ്യം. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ HDFC, ഓപ്ഷൻ ബി ICICI, ഓപ്ഷൻ സി IDFC, ഓപ്ഷൻ ഡി IDBI. ഉത്തരം ഓപ്ഷൻ എ HDFC. 43ാമത്തെ ചോദ്യം. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ. ഓപ്ഷൻ എ ദിലീപ്, ഓപ്ഷൻ ബി പൃഥ്വിരാജ്, ഓപ്ഷൻ സി മമ്മൂട്ടി, ഓപ്ഷൻ ഡി മോഹൻലാൽ. ഉത്തരം ഓപ്ഷൻ ബി പൃഥ്വിരാജ്. 44ാമത്തെ ചോദ്യം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിനെത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? ഓപ്ഷൻ എ ആൻഡ്രേസൺ പീറ്റേഴ്സ്, ഓപ്ഷൻ ബി ജൂലിയൻ വെബർ, ഓപ്ഷൻ സി ഹർഷാദ് നദീം, ഓപ്ഷൻ ഡി ജാൻ സെലേസ്നി. ഉത്തരം ഓപ്ഷൻ സി ഹർഷാദ് നദീം. 45ാമത്തെ ചോദ്യം. ലോക നാട്ടറിവ് ദിനം. ഓപ്ഷൻ എ August 22, ഓപ്ഷൻ ബി August 24, ഓപ്ഷൻ സി August 23, ഓപ്ഷൻ ഡി August 21. ഉത്തരം ഓപ്ഷൻ എ August 22. 46ാമത്തെ ചോദ്യം. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാങ്ക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ഓപ്ഷൻ എ റോട്ട വൈറസ്, ഓപ്ഷൻ ബി ഇൻഫ്ലുവൻസ വൈറസുകൾ, ഓപ്ഷൻ സി ഡെങ്കി വൈറസ്, ഓപ്ഷൻ ഡി HIV. ഉത്തരം ഓപ്ഷൻ സി ഡെങ്കി വൈറസ്. 47ാമത്തെ ചോദ്യം. 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ എ റോബർട്ട് ഡൗണി ജൂനിയർ, ഓപ്ഷൻ ബി കില്ലിയൻ മർഫി, ഓപ്ഷൻ സി ടോം ഹോളണ്ട്,
ഓപ്ഷൻ ഡി ജിമ്മി കമ്മൽ. ഉത്തരം ഓപ്ഷൻ ബി കില്യൻ മർഫി. 48ാമത്തെ ചോദ്യം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? ഓപ്ഷൻ എ സുൽത്താൻ ബത്തേരി, ഓപ്ഷൻ ബി കൽപ്പറ്റ, ഓപ്ഷൻ സി മാനന്തവാടി, ഓപ്ഷൻ ഡി വണ്ടൂർ. ഉത്തരം ഓപ്ഷൻ സി മാനന്തവാടി. 49ാമത്തെ ചോദ്യം. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി? ഓപ്ഷൻ എ അൽഗോരിതങ്ങളുടെ നാട്, ഓപ്ഷൻ ബി മീശക്കള്ളൻ, ഓപ്ഷൻ സി ഉൽക്കകൾ, ഓപ്ഷൻ ഡി ഉറ്റവർ. ഉത്തരം ഓപ്ഷൻ എ അൽഗോരിതങ്ങളുടെ നാട്. 50ാമത്തെ ചോദ്യം. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ? ഓപ്ഷൻ എ ബ്രസീൽ, ഓപ്ഷൻ ബി കൊളംബിയ, ഓപ്ഷൻ സി കാനഡ, ഓപ്ഷൻ ഡി അർജന്റീന. ഉത്തരം ഓപ്ഷൻ ഡി അർജന്റീന. 51ാമത്തെ ചോദ്യം. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി? ഓപ്ഷൻ എ ന്യൂറാലിങ്ക്, ഓപ്ഷൻ ബി മൈക്രോസോഫ്റ്റ്, ഓപ്ഷൻ സി എൻവിഡിയ, ഓപ്ഷൻ ഡി ആപ്പിൾ. ഉത്തരം ഓപ്ഷൻ എ ന്യൂറാലിങ്ക്. 52ാമത്തെ ചോദ്യം. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീല പൊന്മാന് നൽകിയ പേര്? ഓപ്ഷൻ എ അപ്പു, ഓപ്ഷൻ ബി ചിന്നു, ഓപ്ഷൻ സി നീലു, ഓപ്ഷൻ ഡി പൊന്നു. ഉത്തരം ഓപ്ഷൻ സി നീലു. 53ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുക്കുക. 1 ഉളിപ്പല്ല്, 2 ചർവണകം, 3 കോമ്പല്ല്, 4 അഗ്ര ചർവണകം. ഉത്തരം 2, 4 ചർവണകം, അഗ്ര ചർവണകം. 54ാമത്തെ ചോദ്യം. സൂര്യപ്രകാശമേൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത്? ഓപ്ഷൻ എ വിറ്റാമിൻ എ, ഓപ്ഷൻ ബി വിറ്റാമിൻ സി, ഓപ്ഷൻ സി വിറ്റാമിൻ ബി, ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി. ഉത്തരം ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി. 55ാമത്തെ ചോദ്യം. ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? ഓപ്ഷൻ എ വെണ്ട, ഓപ്ഷൻ ബി നെല്ല്, ഓപ്ഷൻ സി പയർ, ഓപ്ഷൻ ഡി തെങ്ങ്. ഉത്തരം ഓപ്ഷൻ എ വെണ്ട. 56ാമത്തെ ചോദ്യം. വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ എ 2007, ഓപ്ഷൻ ബി 2006, ഓപ്ഷൻ സി 2005, ഓപ്ഷൻ ഡി 2008. ഉത്തരം ഓപ്ഷൻ ബി 2006. 57ാമത്തെ ചോദ്യം. സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷമേത്? ഓപ്ഷൻ എ 1980, ഓപ്ഷൻ ബി 1984, ഓപ്ഷൻ സി 1988, ഓപ്ഷൻ ഡി 1986. ഉത്തരം ഓപ്ഷൻ ബി 1984. 58ാമത്തെ ചോദ്യം. 2024 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ IFFI നടന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി ഗോവ, ഓപ്ഷൻ ഡി കേരള. ഉത്തരം ഓപ്ഷൻ സി ഗോവ. 59ാമത്തെ ചോദ്യം. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏത്? ഓപ്ഷൻ എ ജപ്പാൻ, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി ബംഗ്ലാദേശ്, ഓപ്ഷൻ ഡി സ്വീഡൻ. ഉത്തരം ഓപ്ഷൻ ഡി സ്വീഡൻ. 60ാമത്തെ ചോദ്യം. വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ ഏത്? 1 ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ട് ആണ്. 2 ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ട് ആണ്. 3 അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. 4 തുറന്ന സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. ഉത്തരം 1, 2, 3. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. 61ാമത്തെ ചോദ്യം.
തുല്യ വലിപ്പമുള്ള രണ്ട് സമതല ദർപ്പണങ്ങൾക്കിടയിൽ വച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോൺ അളവ് എത്ര ഡിഗ്രി ആയിരിക്കണം? ഓപ്ഷൻ എ 60 ഡിഗ്രി, ഓപ്ഷൻ ബി 90 ഡിഗ്രി, ഓപ്ഷൻ സി 120 ഡിഗ്രി, ഓപ്ഷൻ ഡി 180 ഡിഗ്രി. ഉത്തരം ഓപ്ഷൻ ബി 90 ഡിഗ്രി. 62-ാമത്തെ ചോദ്യം. കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം? 1. കാന്തത്തിൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അതിൻ്റെ മധ്യഭാഗത്താണ്. 2. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും. 3. ഒരു കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തര ധ്രുവവും പരസ്പരം ആകർഷിക്കും. ഉത്തരം 2, 3. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും. ഒരു കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തര ധ്രുവവും പരസ്പരം ആകർഷിക്കും. 63-ാമത്തെ ചോദ്യം. ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഓപ്ഷൻ എ എല്ലാ ധാതുക്കളും അയിരുകളാണ്, എന്നാൽ എല്ലാ അയിരുകളും ധാതുക്കളല്ല. ഓപ്ഷൻ ബി അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. ഓപ്ഷൻ സി ധാതുക്കൾ എല്ലായ്പ്പോഴും അവയുടെ ശുദ്ധമായ രൂപത്തിൽ കാണപ്പെടുന്നു. ഓപ്ഷൻ ഡി അയിരുകൾ എല്ലായ്പ്പോഴും ലോഹമല്ല. ഉത്തരം ഓപ്ഷൻ ബി അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. 64-ാമത്തെ ചോദ്യം. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷതയായി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ അത് തീ പിടിക്കുന്ന വാതകമാണ്. ഓപ്ഷൻ ബി വാഹനങ്ങളുടെ ടയറുകളിൽ കാറ്റടിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന വാതകമാണ്. ഓപ്ഷൻ സി ഇത് തീ കെടുത്തുന്ന വാതകമാണ്. ഓപ്ഷൻ ഡി ഇത് രൂക്ഷഗന്ധമുള്ള വാതകമാണ്. ഉത്തരം ഓപ്ഷൻ സി ഇത് തീ കെടുത്തുന്ന വാതകമാണ്. 65-ാമത്തെ ചോദ്യം. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെൻ്ററിൻ്റെ പേര് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ സഹജ, ഓപ്ഷൻ ബി സൈഥൈര്യ, ഓപ്ഷൻ സി സഹിതം, ഓപ്ഷൻ ഡി സഫല. ഉത്തരം ഓപ്ഷൻ എ സഹജ. 66-ാമത്തെ ചോദ്യം. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേര്? ഓപ്ഷൻ എ ജമൈനി, ഓപ്ഷൻ ബി മലയാളി, ഓപ്ഷൻ സി കൈരളി, ഓപ്ഷൻ ഡി DGAI. ഉത്തരം ഓപ്ഷൻ സി കൈരളി. 67-ാമത്തെ ചോദ്യം. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം? ഓപ്ഷൻ എ ബെയ്ജിംഗ്, ഓപ്ഷൻ ബി ഹോങ്കോങ്, ഓപ്ഷൻ സി വുഹാൻ, ഓപ്ഷൻ ഡി ഷാങ്ഹായ്. ഉത്തരം ഓപ്ഷൻ സി വുഹാൻ. 68-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ പ്രമേഹം, ഓപ്ഷൻ ബി രക്താതിമർദ്ദം, ഓപ്ഷൻ സി പക്ഷാഘാതം, ഓപ്ഷൻ ഡി ടൈഫോയിഡ്. ഉത്തരം ഓപ്ഷൻ ഡി ടൈഫോയിഡ്. 69-ാമത്തെ ചോദ്യം. സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ്? ഓപ്ഷൻ എ ആൻജിയോഗ്രാം, ഓപ്ഷൻ ബി റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ്, ഓപ്ഷൻ സി മാമോഗ്രാം, ഓപ്ഷൻ ഡി പാം സ്മിയർ ടെസ്റ്റ്. ഉത്തരം ഓപ്ഷൻ സി മാമോഗ്രാം. 70-ാമത്തെ ചോദ്യം. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം? ഓപ്ഷൻ എ തേജസ്, ഓപ്ഷൻ ബി പുലരി, ഓപ്ഷൻ സി ആശ, ഓപ്ഷൻ ഡി ഉഷസ്. ഉത്തരം ഓപ്ഷൻ എ തേജസ്. 71-ാമത്തെ ചോദ്യം. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല? ഓപ്ഷൻ എ പാലക്കാട്, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി മലപ്പുറം, ഓപ്ഷൻ ഡി തൃശ്ശൂർ. ഉത്തരം ഓപ്ഷൻ സി മലപ്പുറം. 72-ാമത്തെ ചോദ്യം. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു? ഓപ്ഷൻ എ വിബ്രിയോ, ഓപ്ഷൻ ബി സാൽമൊണല്ല, ഓപ്ഷൻ സി വേരിയോള, ഓപ്ഷൻ ഡി അമീബ. ഉത്തരം ഓപ്ഷൻ എ വിബ്രിയോ.
73-ാമത്തെ ചോദ്യം. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി. ഓപ്ഷൻ എ ഹൃദ്യം, ഓപ്ഷൻ ബി ശലഭം, ഓപ്ഷൻ സി ആരോഗ്യ കിരണം, ഓപ്ഷൻ ഡി ആർദ്രം. ഉത്തരം ഓപ്ഷൻ ബി ശലഭം. 74-ാമത്തെ ചോദ്യം. ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം. ഓപ്ഷൻ എ ആലം, ഓപ്ഷൻ ബി ബ്ലീച്ചിങ് പൗഡർ, ഓപ്ഷൻ സി സോഡിയം ബൈകാർബണേറ്റ്, ഓപ്ഷൻ ഡി പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഉത്തരം ഓപ്ഷൻ ബി ബ്ലീച്ചിങ് പൗഡർ. 75-ാമത്തെ ചോദ്യം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി ബോംബെ, ഓപ്ഷൻ സി കൽക്കട്ട, ഓപ്ഷൻ ഡി പൂനെ. 76-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവരിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? ഓപ്ഷൻ എ മൻസുഖ് മാണ്ഡവ്യ, ഓപ്ഷൻ ബി ശിവരാജ് സിംഗ് ചൗഹാൻ, ഓപ്ഷൻ സി JP നഡ്ഡ, ഓപ്ഷൻ ഡി പീയൂഷ് ഗോയൽ. ഉത്തരം ഓപ്ഷൻ സി JP നഡ്ഡ. 77-ാമത്തെ ചോദ്യം. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതി. ഓപ്ഷൻ എ അമൃതം ആരോഗ്യം, ഓപ്ഷൻ ബി ആരോഗ്യ കേരളം, ഓപ്ഷൻ സി ബയോമിത്രം, ഓപ്ഷൻ ഡി നയനമിത്രം. ഉത്തരം ഓപ്ഷൻ എ അമൃതം ആരോഗ്യം. 78-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് മാർഗേണയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്? ഓപ്ഷൻ എ മുറിവുകളിൽ കൂടി, ഓപ്ഷൻ ബി രോഗിയുമായി മുഖാമുഖം വരുന്നതിൽ കൂടി, ഓപ്ഷൻ സി വായുവിൽ കൂടി, ഓപ്ഷൻ ഡി മലിനമായ ഭക്ഷണ പാനീയങ്ങൾ കൂടി. ഉത്തരം ഓപ്ഷൻ ഡി മലിനമായ ഭക്ഷണ പാനീയങ്ങൾ കൂടി. 79-ാമത്തെ ചോദ്യം. ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ NHS, ഓപ്ഷൻ ബി MAL, ഓപ്ഷൻ സി ANWJ, ഓപ്ഷൻ ഡി NHSBT. ഉത്തരം ഓപ്ഷൻ ബി MAL. 80-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം? 1 നിപ്പ, 2 പോളിയോ, 3 എംപോക്സ്, 4 ക്ഷയം. ഉത്തരം 1, 3 നിപ്പ, എംപോക്സ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.